ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ്, ഈ നിമിഷം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് ഗണേശ ഒറാക്കിൾസിൽ നിന്ന് തന്നെ നോക്കാം. ക്ലിയർ യുവർ എനർജി, promise of the future, guidance, concentration, energetic movement, decision, acceptance, courage, fulfillment, understanding, healing, drive. ഓക്കെ, അതായത് ക്ലിയർ യുവർ എനർജി, പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, ഗൈഡൻസ്, കോൺസെൻട്രേഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ നടക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കണം എന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ, നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങളോ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങളോ, എന്തൊക്കെയോ നടക്കണം. മക്കളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ഇങ്ങനെ എന്താ പറയാ, ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതെനിക്കതൊന്ന് നടത്തി കിട്ടിയാൽ എനിക്കത് വളരെയധികം സന്തോഷമാകും. അല്ലെങ്കിൽ ഇത്രയും നാള് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, അപ്പൊ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഒരു സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടും. എനിക്ക് ഇത്തിരി കൂടി സമാധാനം വേണം, കുറച്ചും കൂടി സന്തോഷം വേണം, എനിക്ക് നല്ല ആക്റ്റീവ് ആകണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് എന്താ പറയാ, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എനർജിയും ഉണ്ട്. പല കാര്യങ്ങളും, പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ കാണുന്ന പലർക്കും അതെങ്ങനെ, എന്ത്, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ ഏത് വാതിലിൽ മുട്ടിയാലാണ് ഒരു സൊല്യൂഷൻ ഇതിന് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ അത് നിങ്ങൾക്കുണ്ട്. കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. ക്ലിയർ യുവർ എനർജി, അതായത് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ബ്ലാക്ക് മാജിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം മാറ്റാൻ നോക്കുക. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, കാരണം അവനവൻ തന്നെ അവനവനൊരു പ്രോമിസ് ചെയ്യുക. മനസ്സിലായോ? ആ ഒരു കാര്യം അവനവൻ തന്നെ തീരുമാനമെടുത്ത്, നമുക്ക് ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രവർത്തിക്കണമല്ലോ. പ്രവർത്തിക്കാതെ കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ല. കാരണം ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞാൽ കുടുക്ക ചോറും കറിയൊന്നും ഇടൂല. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം. അപ്പൊ അതാ നമ്മൾ തന്നെ തീരുമാനിക്കുക. കോൺസെൻട്രേഷൻ, ചില കാര്യങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞു പോയ എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന, നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും വ്യക്തികൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായ വിഷമങ്ങളോ ഓർത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മനസ്സുറച്ച് നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പൊ ജോലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ നോക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കാര്യമായിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ ഡ്രൈവിംഗ് ആയിരിക്കാം. ആ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. കാരണം ആ കോൺസെൻട്രേഷൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചെറിയ ഒരു സെക്കൻഡ് സമയത്ത് ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. കോൺസെൻട്രേഷനായിട്ട് പല കാര്യങ്ങളും ചെയ്യുക. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രവൃത്തികളിൽ ശ്രദ്ധിക്കാതെ അത് ആലോചിച്ച് നമ്മൾ ദൈനംദിന ചെയ്യുന്ന പ്രവൃത്തികളിലോട്ട് അതിൻ്റെ ട്രോമാസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓക്കെ, എനർജറ്റിക് മൂവ്മെന്റ്, ഡിസിഷൻ, അക്സെപ്റ്റൻസ്, കറേജ്. അതായത് ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം കണക്ഷനാണല്ലോ. ഓക്കെ, നമ്മൾ
നാളെ മറ്റന്നാള് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ഇരിക്കാതെ അങ്ങനെ ഒരു അനക്കം, നല്ല രീതിയിലുള്ള അനക്കം വരുന്ന അങ്ങോട്ട് അനങ്ങട്ടെ അങ്ങോട്ട്, അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അനക്കം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രവർത്തിക്കുക, ഡിസിഷൻ എടുക്കുക. അതിന് നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കണമല്ലോ. ഇപ്പൊ നമ്മളുടെ ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ലേ. അപ്പൊ ആ ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കുക. കാരണം അത് ഇത്രയും നാള് നടന്നത് എല്ലാം എന്താ പറയാ, അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നതും എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക. വേറെ നിവൃത്തിയില്ലല്ലോ. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ ഭയങ്കര ധൈര്യശാലികളുമാണ്. നിങ്ങൾ ചില സമയത്ത് നിങ്ങളെപ്പോലെ ധൈര്യമില്ലാത്തവരില്ല ചില കാര്യങ്ങളിൽ. നിങ്ങൾ അപാര ധൈര്യശാലികളുമാണ്. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങളെപ്പോലെ ഓവർ തിങ്കർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ധൈര്യം ചോർന്നു പോകുന്ന ആളുകൾ ഇതൊന്നും നടപടിയാവുന്ന കേസൊന്നുമല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇതൊക്കെ ഒന്നും മാറുകയൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ തന്നെ സ്വയം എന്താ പറയാ, നിങ്ങളുടെ ലൈഫ് ഒരു ഓട്ട കുടത്തിൽ വെള്ളം കോരുന്ന പോലെ ഉള്ള പരിപാടി ചെയ്തു കളയും. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വന്തമായിട്ട് മനസ്സും ശരീരവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് നിങ്ങൾ മാറ്റുന്നേ, അതിന്റെ ആവശ്യമുണ്ടോ? ഓക്കെ. കാരണം ആ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫുൾഫിൽമെന്റ്, നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, സാമ്പത്തികം, റിലേഷൻഷിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികൾ. കാരണം ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ആണെന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ സിറ്റുവേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. അതെന്ത് ഷിപ്പാണെന്ന് ചോദിക്കും. അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ മാറി പരിപാടികൾ, അതിൽ ലൈഫേ ഒരു സിറ്റുവേഷൻഷിപ്പായിട്ട് ഇരിക്കുന്ന ചില ആളുകൾ, മറ്റേ ടെക്സ്റ്റ് ഷിപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ ഈ ചില ആളുകൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയച്ചുകൊണ്ടിരിക്കും. അവര് കാണാനൊന്നും ആഗ്രഹിക്കത്തില്ല. അതാണ് അങ്ങനത്തെ ഒരു ഷിപ്പ്. അങ്ങനെ പല പല ഷിപ്പുണ്ട്. അപ്പൊ ആ ഷിപ്പിന്റെ ഒക്കെ കാര്യം വിടുക. അപ്പൊ ഫുൾഫിൽമെന്റ് കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, മനസ്സിലാക്കുക. ഡ്രൈവ്, നിങ്ങൾ ഒരു വെക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു യാത്രയോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ അത് പോകാനുള്ള ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു യാത്ര, ഒരു വെക്കേഷൻ, അങ്ങനെയുള്ള ഒരു മനസ്സിന് നല്ല രീതിക്കുള്ള ഒരു സമാധാനം, സന്തോഷം, ആഘോഷമൊക്കെ തരുന്ന ഒരു യാത്ര നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള വേറെ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Movement. Clean your space. Spend time with animals. Chanting. Make a meal. Clear your energy field. അതല്ലേ അതിലും വന്നത്. Plan a vacation. Health checkup. Hydrate. അതായത് മൂവ്മെന്റ് നടത്തണം. മൂവ്മെന്റ് നടത്താതെ പരിപാടികൾ നടക്കില്ല. മൂവ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല പടിപടിയായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നടപടിയാവില്ല. അപ്പൊ മൂവ്മെന്റ് എടുക്കേണ്ട കാര്യത്തിന് മൂവ്മെന്റ് എടുക്കുക. ക്ലീൻ യുവർ സ്പേസ്. നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിപ്പോ ചില ആളുകൾ ഇങ്ങനെ ഡ്രസ്സ് കൂട്ടിയിടുന്നുണ്ടാവും വാഷ് ചെയ്യാതെ. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് കൂട്ടിയിടുന്നുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ പറയാ, ഒരു ഹൈജീനിക് ആകേണ്ട കാര്യങ്ങളൊക്കെ ഹൈജീനിക് ആകാതെ ഉള്ള പരിപാടികളൊക്കെ തുടർന്നുണ്ടാവുന്നുണ്ടാവും. ചില ആളുകൾ കുളിക്കാതിരിക്കുന്നുണ്ടാവും. അപ്പോ എല്ലാരും അല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വിളിക്കുക. എല്ലാരും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ഒന്നും എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഓക്കെ, അതുപോട്ടെ. സ്പെൻഡ് ടൈം വിത്ത് അനിമൽസ്. അതായത്
മനുഷ്യനേക്കാളും എന്തുകൊണ്ടും നന്ദിയും എന്താ പറയാ വിശ്വാസവും ഉള്ള ഒരു കാര്യമാണ് ഈ അനിമൽസ്. ഭയങ്കര ലോയലായിട്ട് ഇരിക്കുന്ന ആളുകളാണ് ഈ അനിമൽസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെയൊക്കെ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പണ്ട് അനിമൽസിനെ ഇഷ്ടമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ അവരുടെ കൂടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളൊരു ചെറിയൊരു സ്നേഹം കാണിച്ചാൽ ആ ഒരു അനിമൽ, എന്ത് അനിമലും ആയിക്കോട്ടെ, അത് ജീവിതകാലം മുഴുവനും തിരിച്ച് നമ്മളോട് കാണിക്കും. അതിനൊരു ഉണ്ട ചോറിന് നന്ദി എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും മനുഷ്യൻ കാണിക്കില്ല, പക്ഷെ അനിമല് കാണിക്കും, മൃഗങ്ങൾ കാണിക്കും, ചില വൈൽഡ് ആനിമൽസ് വരെ കാണിക്കും. ചാൻറ്റിങ് മേക്ക് എ മീൽ ക്ലിയർ യുവർ എനർജി ഫീൽഡ്. നമ്മൾ ചില സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പരിപാടി നടക്കുന്നില്ല, നിങ്ങൾ യൂണിവേഴ്സിനായിട്ട് വഴക്കിടുന്നുണ്ടാകാം, ദൈവത്തിനുമായിട്ട് വഴക്കിടുന്നുണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മടുത്തു 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 ഫെഡപ്പ് ഫെഡപ്പ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പരിപാടി ഇല്ല, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് എനർജി വലിച്ചു വെക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പ്രാർത്ഥിക്കുക. എന്തൊക്കെയോ ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു, നല്ല രീതിക്ക് എന്തോ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ചിലപ്പോൾ ഒരു ചെറിയൊരു സ്നാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നല്ല സ്വീറ്റ്സ് ആയിരിക്കാം, സ്നാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ഹെവി ഫുഡ് ആയിരിക്കാം. എന്തൊക്കെയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു എനർജി. ചിലർ പ്ലാനിങ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു, ചിലർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടതൊക്കെ മറ്റുള്ളവർക്കും നിങ്ങൾക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. ക്ലിയർ യുവർ എനർജി ഫീൽഡ്, നേരത്തെ പറഞ്ഞതാണ്. ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ചെയ്യുക. ഹെൽത്ത് ചെക്കപ്പ്, ഹൈഡ്രേറ്റ്, പ്ലാൻ എ വെക്കേഷൻ. ഈ ബ്ലാക്ക് മാജിക് എനർജി എങ്ങനെ റിമൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. കമന്റിൽ കൂടി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയും? പല രീതിയിലാണ് പല ആളുകൾക്കും ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നോക്കാതെ എങ്ങനെ പറയും? ഓക്കെ. പ്ലാൻ എ വെക്കേഷൻ, ഹെൽത്ത് ചെക്കപ്പ്, ഹൈഡ്രേറ്റ്. ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിന്, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം, ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോപ്പർ ഡയറ്റ് ഇല്ലാത്തവരായിരിക്കാം, ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നവരായിരിക്കാം, എണ്ണ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത്, വെള്ളം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ജീരകവെള്ളം, മിനറൽ വാട്ടർ, തിളപ്പിച്ചാറ്റിയ വെള്ളം, ആ വെള്ളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ വെള്ളമൊന്നും അല്ല. ഓക്കെ. ഏത്? അപ്പോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അപ്പൊ അത് കുടിക്കാതിരിക്കുക. ഹെൽത്ത് ചെക്കപ്പ്, അതായത് ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റി വെക്കാതെ എന്തെങ്കിലും, അതായത് ഇപ്പൊ ഈ തലകറക്കം, തലവേദന, ഗൈനക്ക് പരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളത് പിന്നത്തേക്ക് അങ്ങനെയൊക്കെ മാറ്റി വെക്കാതെ അതൊന്ന് നോക്കുക. ശരീരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ള നീർക്കെട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുടി കൊഴിച്ചില്, അല്ലെങ്കിൽ നീർക്കെട്ടുകൾ, കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കുക. ഈ നമ്മൾ അറ്റം വെച്ച് നോക്കുന്നതല്ലല്ലോ, നമ്മൾ തുടക്കത്തിലെ പല കാര്യങ്ങളും നോക്കുന്നതല്ലേ നല്ലത്. അപ്പൊ അതൊന്ന് ഈ എന്താ പറയാ, ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. വലിയ കാര്യങ്ങളിലോട്ടൊന്നും ചിന്തിക്കണ്ട. കാരണം ഇവിടെ എന്താ പറയാ, ഇനി ഞാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്, തലവേദനയാണെന്ന് പറയുമ്പോൾ ഗൂഗിള് പറയുന്നത് പോലെ വേറെ വല്ല മാരകമായിട്ടുള്ള കേസുകളൊക്കെ ആണോ എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കും. അതൊന്നും അല്ല. അപ്പൊ അതൊന്നും ചിന്തിക്കാതെ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യം വന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്കറിയാലോ, എൻ്റെ അടുത്ത് റീഡിങ് എടുക്കുന്നവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പോകണ്ട. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുക. പ്ലാൻ എ വെക്കേഷൻ, അതായത് മനസ്സൊക്കെ റിലാക്സ് ആകാനും നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടാനും ഒരുപാട് യാത്രകൾ നല്ലതാണ്. ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ തന്നെയൊക്കെ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ യാത്ര ചെയ്താൽ കഷ്ടപ്പെട്ട് പോയിട്ട് വരേണ്ടി വരും.
അപ്പൊ അതിൽ നല്ലത് നല്ല രീതിയിൽ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്ന, ചില സമയത്ത് ഒറ്റക്ക് വണ്ടി ഓടിക്കുന്നതും ഒരു സമാധാനവും സന്തോഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് പറഞ്ഞൊക്കെ ഇരിക്കാതെ ഈ ലോകമൊക്കെ ഒന്ന് പോയി കാണ്. ലോകമൊക്കെ വേൾഡ് വളരെ വിശാലമായിട്ട് കിടക്കുമല്ലേ, നേച്ചറൊക്കെ വളരെ നല്ല ഭംഗിയിൽ കിടക്കുമല്ലേ, അതൊക്കെ നമ്മൾ കാണണ്ടേ. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണും. അപ്പൊ അതാണ് കാര്യങ്ങൾ. അപ്പൊ ഈ പരിപാടികളൊക്കെ മാറ്റുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.